ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ലൈവിൽ എന്തായാലും പൊരിഞ്ഞാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടിയുടെ എല്ലാം കാരണം ഗബ്രിയാണ്. ഗബ്രി ഇതുപോലെ കഴിഞ്ഞ ദിവസം കിട്ടിയ ഐസ്ക്രീം പിന്നെ കഴിക്കാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ ജാൻമണി അവിടെ പോയപ്പോൾ ആ ഐസ്ക്രീം അവിടെ ഇരിക്കുന്നതായിട്ട് കാണുകയും ജാൻമണി ഇച്ചിരി എടുത്ത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് ഗബ്രി ഐസ്ക്രീം കാണുന്നത്. അതായത് തൻ്റെ ഐസ്ക്രീം ആണെന്ന് മനസ്സിലാവുകയും ജാൻമണിയോട് ചെന്ന് ചോദിക്കുകയും ചെയ്യുകയാണ്, ഇത് എൻ്റെ ഐസ്ക്രീം അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം ജാൻമണി എന്തായാലും ജസ്റ്റ് അത് ചോദിക്കാതെ എടുത്തു എന്നുള്ളത് മനസ്സിലാവുകയും ഗബ്രി അതിനുവേണ്ടി റേസ് ആവുകയും ചെയ്യുകയാണ്. അങ്ങനെ റേസ് ആയി കഴിഞ്ഞിട്ട് ഗബ്രിയോട് അപ്സര ചോദിക്കുന്നുണ്ട്. അപ്സര പറയുന്നുണ്ട്, ഇച്ചിരി കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി, അതിനിപ്പോൾ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യനല്ലേ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരുമാതിരി കൊച്ചു പിള്ളേരുടെ കൂട്ട് ഗബ്രി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ജാസ്മിൻ അത് ഏറ്റുപിടിക്കുന്നുണ്ട്. ജാസ്മിൻ ഏറ്റുപിടിച്ചിട്ട് അത് നൂറ ജാസ്മിൻ വഴക്കാവുകയാണ്. അതായത് ജാസ്മിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന നൂറ ഇപ്പോൾ ഒഴിവാക്കി കളഞ്ഞു എന്നതിൻ്റെ പേരിൽ ജാസ്മിൻ നൂറ വഴക്കായിട്ട് ഇപ്പോൾ വമ്പൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട്ടയടിയായെന്ന് പറയാം. ഒരാളിൽ തുടങ്ങിയത് 2 പേരായി, 2 പേരിൽ നിന്നത് 3 പേര് 4 പേരായ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഒരുമാതിരി വകതിരി വട്ടപ്പൂജ എന്ന് പറയുന്ന സാഹചര്യമാണ് ഗബ്രിക്കുള്ളത്. ഗബ്രി അവിടെ വരെ ഒരു മരവാഴ പട്ടി ഷോ കാണിച്ച് നടക്കുന്ന ഒരുത്തനായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ജാസ്മിന് വേണ്ടി ഏതൊരറ്റം വരെ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയുടെ വഴക്ക് ഏറ്റെടുത്തിട്ട് ജാസ്മിൻ അവിടെ തകർത്ത് പൊളിക്കുകയാണ്. അപ്പോൾ നൂറ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, നീ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി വെറുതെ കണ്ടന്റ് ഉണ്ടാക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് വെറുപ്പിക്കുകയാണ് 2 പേരും കൂടെ, വെറുതെ പട്ടി ഷോ കാണിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.